നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ, കുളി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. കുളി കഴിഞ്ഞ് തോർത്തിൽ കഴിഞ്ഞാൽ തലയിലൊരു മുണ്ടോ തോർത്തോ ടവലോ എന്തെങ്കിലും വെച്ച് എടുത്ത് ഇങ്ങനെ കെട്ടിവെക്കും. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് കേട്ടോ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ പൂജാ റൂമിൽ പോവുകയാണല്ലോ. അപ്പോൾ പൂജാ റൂമിൽ പോകുമ്പോൾ പൂജാ റൂമിൽ വസിക്കുന്നത് മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ തലയിൽ ഈറത്തുണി കെട്ടുക. ഇത് സാധാരണ നമ്മുടെ മതത്തിൻ്റെ ആചാരപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈറത്തുണി തലയിൽ ഇട്ടിട്ട് അകത്ത് കയറുക. മരിച്ച വീടുകളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പുല കഴിയുന്ന വരെയാണ് നമ്മൾ ഈറത്തുണി തലയിലിടുക. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ തലയിൽ തുണിയിട്ട് പൂജാ റൂമിലോ അടുക്കളയിലോ കയറാൻ പാടില്ല എന്ന് പറയും. ഇത് ആത്മീയ വശമാണ് കേട്ടോ ഞാൻ പറയണത്. ഇതിന് ശാസ്ത്രീയ വശം കൂടി ഇതിലുണ്ട്. അപ്പോൾ അടുക്കളയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പൂജാ റൂമിൽ മഹാലക്ഷ്മി ആണെങ്കിൽ അടുക്കളയിൽ നമുക്ക് അന്നലക്ഷ്മിയാണ്, അന്നപൂർണേശ്വരിയാണ് വസിക്കുന്നത്. ഈ മഹാലക്ഷ്മി ആയാലും അന്നപൂർണേശ്വരി ആയാലും രണ്ടു പേർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് നമ്മൾ തലയിൽ ഈറൻ തുണി ഇടുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഈറൻ തുണിയല്ല കുളിച്ച് വന്നിട്ട് ഈറൻ തുണിയല്ല നല്ലൊരു തോർത്താണ് കെട്ടിക്കണ വെച്ചാൽ കൂടെ അത് നമ്മളെ മുടി ഈറാണ്. അത് ആ തോർത്തനോ അല്ലെങ്കിൽ ടവലിനോ ഈറാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഈറൻ തുണി തലയിൽ കെട്ടിയിട്ട്, സാധാരണ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇങ്ങനെ മൊത്തം കെട്ടി തലയിൽ ഇങ്ങനെ ഒരു വെള്ളത്തുണി കെട്ടി വയ്ക്കുക, വെള്ളത്തുണിയോ ടവലിട്ടോ കെട്ടിക്കണം. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. ദാരിദ്ര്യം വീട്ടിലുണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവും, മഹാലക്ഷ്മി കടാക്ഷം ഇല്ലാതെയാവും, അതുമാതിരി അടുക്കളയിൽ ഐശ്വര്യം ഉണ്ടാവാതിരിക്കും. അപ്പോൾ ഇതിന് ഒരു ശാസ്ത്രീയ വശം കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തല ഈറാണ്, മുടി ഈറാണ്. ഈ സമയത്ത് നമ്മൾ ഒരു ഈറൻ തുണിയോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണിയെ നിങ്ങൾ കെട്ടുകയാണെങ്കിൽ, ഒരു ടവല് കെട്ടുകയാണെങ്കിൽ അത് കുറേ കഴിഞ്ഞാൽ അത് നനയും. നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന വെള്ളം മുഴുവൻ അത് വലിച്ചെടുത്ത്, ഇപ്പോൾ നിങ്ങൾ ഇതേമാതിരി ഒരു തോർത്ത് കെട്ടുകയാണെങ്കിൽ കൂടെ ആ തോർത്ത് ഈ വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് ആ തുണി ഈറായിരിക്കും. അപ്പോൾ ഈറം തുണിക്ക് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ദോഷങ്ങൾ വരുത്താനുള്ള ഒരു കഴിവുണ്ടെന്നാണ് ഈറത്തുണിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദോഷം വരുമെന്നും പറയും. ആ ദോഷം എന്ന് പറയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഈറത്തുണിയും നമ്മുടെ തലയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഒരു ഉഷ്ണം സംഭവിക്കും, ഉഷ്ണമായിട്ട് വരും. നമ്മൾ പണിയെടുക്കല്ലേ, ഇത് കെട്ടി വെച്ചിട്ടാണ് പണി ചെയ്യുന്നല്ലോ. അപ്പം നമ്മുടെ തലയിൽ ആ ഉഷ്ണം വരുന്ന സമയത്ത് നമുക്ക് തലയിൽ താരൻ വരാനും പേൻ വരാനും അതുമാതിരി തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച ഇല്ലാതെയാവാനുള്ളൊരു സംഗതി നടക്കും. ഒരു പ്രക്രിയ മാതിരി അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ, നമ്മളെ തല ഓട്ട് തീറാണ്, അതിൻ്റെ മേലെ ഒരു തുണിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉഷ്ണം നടക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ കുളിച്ച് കഴിഞ്ഞ് ഒരു തുണി ടവല് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും താരനും പേനും മാറില്ല എന്നാണ് പറയുക. കുറേ ആൾക്കാർ പറയുന്നത് കേട്ടാൽ എപ്പോഴും എൻ്റെ തലയിൽ താരനാണ്. ഇങ്ങനെ തലമുടി കെട്ടുന്നവർക്ക്, മുടിയിൽ ടവല് കെട്ടുന്നവർക്ക് താരം ഒരിക്കലും മാറില്ല കേട്ടോ. നിങ്ങൾ എന്ത് മരുന്ന് ചെയ്തിട്ടും എന്ത് ഷാമ്പു ഇട്ടിട്ടും ഇങ്ങനെ തല കെട്ടി കഴിഞ്ഞാൽ ആ താരം പോവില്ല. അതുമാതിരി തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച, നമ്മുടെ മുടി വളരുന്നത് തുമ്പത്തുനിന്നല്ല, ഈ ഓട്ടുനിന്നാണ്. ആ ഓട്ടുനിന്ന് വളരാനുള്ള നമ്മുടെ ഉഷ്ണം വന്നു കഴിഞ്ഞാൽ, തലയുടെ ഉള്ളിലൊരു ഉഷ്ണം വന്നു കഴിഞ്ഞാൽ മുടി വളരാനുള്ള വിഷമങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ ആത്മീയ വശങ്ങളാണ് പറഞ്ഞു തന്നത്. നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ദോഷങ്ങളുണ്ട്. അപ്പം അതുമാതിരി തന്നെ നമ്മുടെ മുടി എപ്പോഴും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ആ സോഫ്റ്റ് ആവണം. ഇത് നമ്മൾ ഈ കെട്ടിവെച്ച് ആ ചൂടും ഉഷ്ണവും ഒക്കെ കൂടി കഴിഞ്ഞാൽ ആ മുടിക്ക് തന്നെ ഒരു വളരാനുള്ള ഒരു ശക്തി ഇല്ലാതെ അതൊരു സോഫ്റ്റ്നെസ്സൊക്കെ പോയി അതൊരു ജാതി മുടിയായി തീരും. നല്ലൊരു മുടികളിത് ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ മോശമായിട്ട് തീരും. അപ്പോൾ നിങ്ങളെ മുടി വളർച്ചയ്ക്കും താരനില്ലാതിരിക്കാനും പേൻ വളർച്ച ഇല്ലാതിരിക്കാനും അതുമാതിരി തന്നെ നമുക്ക് വരാതിരിക്കാനും നമ്മൾ ഇങ്ങനെ മുടി കെട്ടാതിരിക്കുക, അടുക്കളയിൽ കയറുമ്പോൾ ഈർത്തുണി കെട്ടാതിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാ വെച്ചാൽ, ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഉഷ്ണം വരുമ്പോൾ ഈ വെള്ളം തുണിയിൽ വലിച്ചെടുത്താലും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ തലയിൽ നീരിറങ്ങി നമുക്ക് സൈനസ്, തലവേദന, നിരന്തരമായുള്ള തലവേദന മാറാതിരിക്കാനും ഇങ്ങനെ മുടിയിൽ തുണി കെട്ടിയ ഉണ്ടാവും കേട്ടോ. ഒരിക്കലും ആ തലവേദന മാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ മുടി ഉടനെ തന്നെ
തോർത്തി ഉണക്കുക, അല്ലെങ്കിൽ അഴിച്ചിട്ടിട്ട് ഒരു തുമ്പത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ മുടിയൊന്നും കൊഴിയില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങളിങ്ങനെ തല കെട്ടി വെച്ചിട്ട് സ്വാമി റൂമിലോ അതുമാതിരി അടുക്കളയിലോ കയറാതിരിക്കുക. അപ്പോൾ ഇതിന് ആത്മീയ വശം പറയുകയാണെങ്കിലും ദോഷമായിട്ടാണ് പറയണത്, നമ്മളെ ശാസ്ത്രീയ വശം പറയുകയാണെങ്കിലും ഇത് ദോഷമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുളിച്ച് വന്ന് കഴിഞ്ഞാൽ തല തോർത്തിയിട്ട് തന്നെ അടുക്കളയിൽ കയറുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.